ISLൽ ശേഷിച്ച മത്സരങ്ങളെല്ലാം ജയിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിക്കാനാവില്ല. മറ്റു ടീമുകളുടെ മത്സരത്തിനെ കൂടി ആശ്രയിച്ചാവും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത. 20 കളിയിൽ 10ലും തോൽവി, 3 സമനില, ജയം 7 മത്സരങ്ങളിൽ മാത്രം. 4 കളി മാത്രം ശേഷിക്കെ 24 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ്. പോയിന്റ് പട്ടികയിലെ ആദ്യ 6 സ്ഥാനക്കാർ മാത്രമാണ് പ്ലേ ഓഫിലേക്ക് മുന്നേറുക. 49 പോയിന്റുമായി മോഹൻ ബഗാൻ ISL ഷീൽഡ് ലക്ഷ്യമിട്ട് പറക്കുമ്പോൾ 39 പോയിന്റുള്ള FC ഗോവയാണ് 2ാം സ്ഥാനത്ത്. ബ്ലാസ്റ്റേഴ്സിന്റെ 10ാം തോൽവിയോടെ ഗോവയും പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. 34 പോയിന്റുള്ള ജംഷഡ്പൂർ FC 3ഉം 32 പോയിന്റുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 4ഉം 31 പോയിന്റ് വീതമുള്ള ബംഗളൂരു FCയും മുംബൈ സിറ്റിയും 5ഉം 6ഉം സ്ഥാനങ്ങളിലുണ്ട്. 6ാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റിയേക്കാൾ 7 പോയിന്റ് പിന്നിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ നേരിടാനുള്ളത് 2ാം സ്ഥാനക്കാരായ FC ഗോവ, 3ാം സ്ഥാനക്കാരായ ജംഷഡ്പൂർ FC, 6ാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റി FCയുമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ടുള്ള വഴി ദുഷ്കരമാക്കുന്നത് ഇവരാണ്. 12ാം സ്ഥാനത്തുള്ള ഹൈദരാബാദ് FC മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ദുർബല എതിരാളികൾ. അവസാന 4 കളിയിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന 12 പോയിന്റ് നേടിയാൽ ബ്ലാസ്റ്റേഴ്സിന് പരമാവധി നേടാനാവുക 36 പോയിന്റ് മാത്രം. ഇനിയുള്ള എല്ലാ കളികളും ജയിക്കുന്നതിനൊപ്പം മുംബൈ, ബംഗളൂരു, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നിവർ പോയിന്റ് നഷ്ടമാക്കുകയും ചെയ്താൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് സാധ്യതയുള്ളൂ. ഉലഞ്ഞ പ്രതിരോധവും മുനയൊടിഞ്ഞ മുന്നേറ്റവുമായി ഗോവ, മുംബൈ, ജംഷഡ്പൂർ ടീമുകളെ തോൽപ്പിക്കുക ബ്ലാസ്റ്റേഴ്സിന് ഒട്ടും എളുപ്പമാവില്ല. ഗോവയെയും ഹൈദരാബാദിനെയും നേരിടേണ്ടതാവട്ടെ അവരുടെ തട്ടകത്തിലാണെന്നതും ബ്ലാസ്റ്റേഴ്സിന് വലിയ വെല്ലുവിളിയാണ്.